സെറ്റായി ഫിക്സ് ആയി. 30 സെക്കൻഡിലെ ഇവര് കേറാവളെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അത് പറഞ്ഞു 30 സെക്കൻഡ് കയറുമല്ല, ഇവിടുന്ന് മൂവ് 60 അറ്റാക്ക് വന്നതിന് ശേഷം ഫോണില്ല. ഓക്കെ അപ്പോ MRG വേഴ്സസ് KVA ഡേവിസ് ടർഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം KV ആണ് ഡേവിസ് ഡിഫെൻഡ് ചെയ്യുന്നത്, MRG ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ടർഫ് ഇത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ റോൾ എക്സ്ട്രീമോ മതിയല്ലോ. ഓക്കെ 30 സെക്കൻഡ്സ് ഇവർക്ക് ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങാം. അവർ മൂവ് ചെയ്തിട്ടില്ല. അത് ഓക്കെ 4 വണ്ടി 3 വണ്ടി ഓക്കെ അവർ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി അനങ്ങിയില്ലേ? അല്ലല്ല റീസ്റ്റാർട്ട് ചെയ്യണ്ട, ഞാൻ തരാം. വെയിറ്റ്. ഓക്കെ അപ്പോൾ ടർഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവർക്ക് ഇനി സോൺ അതോടെ എൻ്റർ ചെയ്യാം. നമുക്ക് KVA കറൻ്റ്ലി ഇവിടെ ഒരു 3 വണ്ടിയോളം അവർ സോൺ ഔട്ട് കളിക്കുന്നുണ്ട്. 1 2 3 വണ്ടി. അതേപോലെ MRCയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതോ ഒരു അഡ്മിനാന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്, നല്ല ഫയർ വരുന്നുണ്ട്. ഏത് സൈഡിൽ നിന്ന് എവിടെ സ്പ്രേ വരുന്നത്? ഓക്കെ ഈ ലോങ്ങിൽ അവരൊരു വണ്ടി കറൻ്റ് MRC ഇവിടുന്ന് സ്കൗട്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ വണ്ടികളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു വണ്ടീനെ അവർ KVA പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ വണ്ടീനെ പിറ്റ് ചെയ്ത് സെൻഡെക്സ് ഡിവോർ ചരൺ ഡിയോസ് കളിക്കുന്ന വണ്ടിയാണത്. അവർ ആ വണ്ടീനെ പിറ്റ് ചെയ്ത് ഇവിടെ ഇട്ട് ലോക്കാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അവർ ഈ ഒരു ആംഗിളിൽ അവരങ്ങ് ലോക്ക് ചെയ്ത് നിർത്തിയേക്കും ആ വണ്ടീനെ. ഇതെന്താ സംഭവം? ആ ഒരു പ്ലെയറിനെ ലോങ്ങിൽ നിന്ന് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലോക്കാക്കി കൊടുത്തേക്കുന്നത്. ഓക്കെ നല്ലൊരു മൂവായി KVA. ലോങ്ങിൽ നിന്ന് ടാഗ് കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല ഡാമേജ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ സംസാരമാണോ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ ചരൺ ഡിയോസ് വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സെൻഡെക്സ് ഡിവോർ KVAയുടെ വണ്ടിയുടെ മുകളിലാണ്. ഓക്കെ അവിടെ വണ്ടി അവരവിടെ പിറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ വേണമെങ്കിൽ ഈ ഒരു ആംഗിൾ ഫയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റേണ്ടതാണ്. ബട്ട് അവരാരും ഇവിടെ ഈ ഒരു ഏരിയയിൽ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചരൺ ഡിയോസിൻ്റെ ആ വണ്ടി ഇവർക്ക് നഷ്ടപ്പെടുമ്പോൾ MRCക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. MRCയുടെ ബാക്കിയുള്ള 3 വണ്ടികൾ ഈ ഒരു ഏരിയയിലിട്ട് വന്നിട്ടുണ്ട്. അവരുടെ 3 വണ്ടികൾ ഇവിടെ ഒരു വണ്ടിനെ പിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു ആംഗിളിൽ അവരുടെ വണ്ടി ലോക്ക് ആയിരിക്കുകയാണ്. MRCക്ക് സോൺ ഔട്ടിൽ കറന്റ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം സോണിൽ ഫയറിങ് അലൗഡഡ് അല്ല. സോൺ ഇന്നിൽ നിന്ന് മാത്രമേ വെളിയിലോട്ട് ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഞാൻ ക്യാം ഓഫാക്കി തരാം. ഇനി ക്യാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാം ഓഫാക്കണം. ക്യാം ഓഫാക്കാം. പിന്നെന്താ എന്തുവാ ബ്രോ കേട്ടില്ല? റേഡിയോ 500. ഞാൻ ഓഫാക്കി സോൺ UAV സ്റ്റാർട്ട് ചെയ്തല്ലേ? ഡൈനാമിക് ഡേവിസ് ഷോർട്ട് ഓഫ് UAV. ഓക്കെ ഇപ്പോൾ കറൻ്റ്ലി MRCയുടെ ഒരു പ്ലെയർ സോണിനും ബാക്കിയുള്ളവരെല്ലാം സോൺ ഔട്ടുമാണ്. ഇവരുടെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി അവരവിടെ ലോക്ക് ചെയ്തേക്കാണ്. ആ വണ്ടി അവർ വിട്ടുകൊടുത്തിട്ടില്ല. MRC ഇവിടുന്ന് വേറൊരു ആംഗിളോട്ട് പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ലൊരു പിറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് കുറുപ്പിടേനിയുടെ 4 പേർ അടങ്ങുന്നൊരു വണ്ടിയാണ് ആ ഒരു ആംഗിൾ സ്പ്രേ ചെയ്ത് പോയിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇപ്പോഴും നമ്മുടെ MRCയുടെ ഒരു പ്ലെയർ സോണിൻ കയറി. സാൻഡെക്സ് ഡിവോർ സോണിൻ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സാൻഡെക്സ് ഡിവോർ സോണിൻ കയറിയിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ നല്ലൊരു പൊസിഷൻ സാൻഡെക്സ് ഡിവോറിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ അൾട്രോൺ ഒറ്റയ്ക്ക് വണ്ടിയിൽ നിൽക്കുകയാണ്. ഇവിടെയുള്ള MRCയുടെ ഒരു പ്ലെയർ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണുള്ളത്. ആ ഒരു സോണിൻ്റെ എഡ്ജാണ് ഇപ്പോൾ MRCയുടെ ഒരു പ്ലെയറിന് കയറാൻ സാധിച്ചിരിക്കുന്നത്. അതാണ് കറൻ്റ് സോണിൽ നമ്മൾ ഒരാളെ കാണുന്നത്. KVAയുടെ എഹിയ ഇവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ബട്ട് സെൻഡെക്സ് ഡിവോർ അവിടെ ഉള്ള കാര്യം അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഡിവോർ അവിടെ നിന്നും സോൺ ഔട്ടാണ്. ഫയർ ചെയ്യാതിരിക്കട്ടെ അറിയാതെ പോലും. MRCയുടെ ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ എങ്ങും കാണാനില്ലല്ലോ വണ്ടി. MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എവിടെ പോയി? MRC ഓക്കെ ഈ ഒരു ബാക്ക് സൈഡിൽ അവരുടെ ആ ഒരു വണ്ടി ഇപ്പോഴും റൊട്ടേഷനിലാണ് കറൻ്റ്ലി. ചരൺ ഡിയോസ് ഇവിടെയും സാൻഡെക്സ് ഡിവോർ ആ ഒരു എഡ്ജും പിടിച്ചിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റിലോട്ടായിരിക്കും കളി പോകുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്.
ജിൻ സക്കായ്. അത് ബ്രോ കിൽ ഫീഡ് ഓൺ അല്ലേ? ഇങ്ങനെ നോർമലി കിൽ ഫീഡ് ഓൺ ആയിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ. പൊസിഷൻ കറക്റ്റ് ആണോ നോക്കിയാലേ? ആ കറക്റ്റ് ആയിരിക്കുമല്ലോ. നിങ്ങൾ വെച്ചില്ല. കറന്റ്ലി ജയൻഡെക്സ് ഡിവോർ ഈ ഒരു ആംഗിളിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. കെ വിയുടെ ബാക്കിയുള്ളവരെല്ലാവരും റൊട്ടേഷനിലാണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRCയുടെ ആരും സോണിൻ കറന്റ്ലി കയറിയിട്ടില്ലെന്ന് തോന്നുന്നു, ആ ഒരു പ്ലെയർ ഒഴികെ. ഇല്ല, അവരുടെ വണ്ടികളെല്ലാം എപ്പോഴും റൊട്ടേഷനിലാണ്. കറന്റ്ലി ഈ ഒരു ബാക്കിൽ ഈ ഒരു ആംഗിളിലാണ് മാലിക്കും റയാൻ സെബാസ്റ്റ്യനും ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ ബാക്കിയുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും സോൺ ഔട്ടിലാണെന്നാണ് തോന്നുന്നത്. സോൺ ഔട്ട് കാണിച്ചു. ഇവിടെ എഹിയ ആ ഒരു വണ്ടീനെ പിറ്റ് ചെയ്ത് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടിയുടെ ഒരു ഓഫ് ആംഗിൾ കയറാനോ അല്ലെങ്കിൽ അവർ ഐസൈറ്റിട്ട് പോകാനോ സമ്മതിച്ചിട്ടില്ല. ഇവിടെ ഫുൾ അവർ പിറ്റിങ്ങോട് ഇവിടെ വണ്ടി കത്തിപ്പോയി. MRCയുടെ വണ്ടി കത്തി. MRCക്ക് ഒരു വണ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അവർ ഓൾറെഡി ടർഫിൽ 4 വണ്ടിയായിട്ട് മാത്രമാണ് അവർ ഇറങ്ങിയിരുന്നത്. അവരുടെ ഒരു മെയിൻ ഒരു വണ്ടി തന്നെ പോയിരിക്കുന്നു. 4 പ്ലേയേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ആ ഒരു എക്സ്ട്രാ വണ്ടി ഇല്ലാത്തതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ MRCക്ക് ഇത് ഫേസ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. MRC ഓക്കെ, കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ MRCയുടെ ആ ഒരു 4 പ്ലേയേഴ്സ് ആ വണ്ടി നഷ്ടമായി സോൺ ഇന്നിലോട്ട് ബൈ ഫുട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. KV ഓൾറെഡി അവരെ 4 പേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. KVയുടെ ആ ഒരു വണ്ടി ഇപ്പോൾ കറന്റ് MRCയുടെ 6 പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഒരു സോൺ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിസഡ്വാൻറ്റേജിലേക്ക് തന്നെ MRC പോകാനുള്ള ഒരു ചാൻസ് വളരെ അധികമാണ്. MRC ആദ്യമേ 4 വണ്ടി മാത്രമാണ് യൂസ് ചെയ്തത്, നമ്മളത് കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഒരു വണ്ടിയും കൂടെ നഷ്ടമായിരിക്കുകയാണ്. ബാക്കിയുള്ള 12 പ്ലേയേഴ്സിന് 3 വണ്ടിയിൽ കളിക്കേണ്ടി വരും. അതായത് ഒരു വണ്ടിയിൽ 3 പേര് എന്നുള്ള രൂപേണ കളിക്കേണ്ടി വരും. 4 പേര് എന്നുള്ള രൂപേണ. എഹിയ വീണ്ടും ഈ വണ്ടീനെ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ വണ്ടിയുടെ ടയർ നഷ്ടമായിരിക്കുകയാണ്. സോ ആ വണ്ടിയുടെ 2 ടയർ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. അവരുടെ സോണിൽ അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എഹിയ ഈ വണ്ടി നഷ്ടമായാൽ വീണ്ടും 4 പേരടങ്ങുന്ന ഒരു വണ്ടിയാണ് MRCക്ക് നഷ്ടമാവാൻ പോകുന്നത്. കറന്റ് KVയുടെ 3 പ്ലേയേഴ്സ് ആ ഒരു വണ്ടീനെ സ്പോട്ട് ചെയ്ത് തന്നെ ഇവിടെ 3 അല്ല, അൾട്രോഡ് ഉൾപ്പെടെ 4 പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഈ ഒരു വണ്ടി എടുക്കാനാണ് അവർ ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കറന്റ് മൈക്ക് കോളാമ്പയാണെന്നോ? അത് നമ്മൾ പാവമാണ്, പാവപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ട ബൈക്കായത് കൊണ്ടാണ്, ക്ഷമിക്കണം. എക്കോ ഉണ്ടോ അതോ സൗണ്ട് കുറവാണോ? എന്താ സംഭവം? എന്താ മൈക്ക് കോളാമ്പി അല്ലേ? ഫുൾ വോളിയം അല്ലേ? ഫുള്ളാണോ? ഓക്കെ ഓക്കെ, സൗണ്ട് ഓക്കെ ആണ് ഗൈസ്. എല്ലാം റെഡിയല്ലേ? ഇനിയിപ്പോ കുറവ് ഒരു സൗണ്ടിന്റെ ഒരു കുറവും വേണ്ടാന്ന്. ഓക്കെ, കറന്റ് KV ഹോക്കി ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അവർ സ്പോട്ട് ഉണ്ട്. അവർ സോണിൽ കയറാൻ ശ്രമത്തിലാണ്. ഓക്കെ, MRC 1, 2, 3 പ്ലേയേഴ്സ് ഓൾറെഡി ജെൻഡെക്സ് ഡിവോർ പോസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗിലോട്ടാണ് MRC 3 പ്ലേയേഴ്സ് ഓടി കയറിയിരിക്കുന്നത്. കൂടുതലാണെന്നോ ദൈവമേ? പകുതി. ഇത് ഓക്കെ ആണെങ്കിൽ പറയണേ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആന്ന്? ഓക്കെ പ്രണോഡ് സേട്ടനും കൂടെ ആ ഒരു ആംഗിളിലോട്ട് ഓടി കയറിയിരിക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ 4 പ്ലേയേഴ്സും ഇവിടെ ഒരു പ്ലെയറോട്ട് 5 പ്ലേയേഴ്സാണ് ഇവിടെ. സ്റ്റിൽ ഇവിടെ അവരുടെ ഒരു വണ്ടി ബ്ലോക്കാണ്. ചരണ്ടിയോസ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യണം ആ വണ്ടി എടുക്കാൻ വേണ്ടി. MRCയുടെ ബാക്കി അടങ്ങുന്ന 6 പ്ലേയേഴ്സ് ഉള്ള 2 വണ്ടികൾ ഇവിടെ KV പ്ലേയേഴ്സ് പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 2 ടയർ നഷ്ടപ്പെട്ട വണ്ടിയും കൂടെ അവർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ അധികമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ ഒരു നിമിഷം പോലും നിലത്ത് നിൽക്കാനുള്ള ഒരു അവസരം KV പ്ലേയേഴ്സ് MRCക്ക് കൊടുക്കുന്നില്ല. അവർ ആ ബാക്കിയുള്ള വണ്ടിയും കൊണ്ട് 4 പ്ലേയേഴ്സുമായിട്ട് അവർ ആ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ കണക്റ്റ് ആക്കുന്നത്. ഓക്കെ, ഗെയിം സൗണ്ട് കൂട്ടിയാൽ മതിയെന്നോ? വോളിയം ലോ ആണ്. സൗണ്ട് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയോ എന്നാ കേൾക്കാം. ഓക്കെ, കാറിൽ ഇവിടുന്ന് ബാക്കിലോട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. കറന്റ്ലി
ശരൺ ഡിയോസിനെ അവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 വണ്ടിയെ KVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 പേര് അടങ്ങുന്ന ഒരു വണ്ടി ഈ ഒരു ആംഗിളിലും അതേപോലെ 2 പേര് അടങ്ങുന്ന ഒരു വണ്ടി ഇവിടെ തന്നെയാണ്. ഇപ്പോഴും അവർ ഇവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുവാന്നല്ലോ. ഇവർ വേറെ ആംഗിൾസ് കാര്യങ്ങളൊന്നും കറൻ്റ്ലി MRC പുഷ് ചെയ്യുന്നില്ല. KVA വണ്ടികൾ റിപ്പയർ ചെയ്യാൻ പോയെന്ന് തോന്നുന്നു. അൾട്രോൺ ഒറ്റയ്ക്ക് അവിടെ MRCയുടെ 4 പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഏരിയയിൽ ലോക്കായി നിൽക്കുകയാണല്ലോ ദൈവമേ. കറൻ്റ്ലി വലിയൊരു ഡിസഡ്വാൻറ്റേജിലാണ് MRC. അടുത്തൊരു സോൺ ഷിഫ്റ്റാണ് ഈ ഗെയിം നിർണ്ണയിക്കാൻ പോകുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ട് വരുമെന്ന് നമുക്ക് ഇനി വെറും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓൾറെഡി സോൺ ഷിഫ്റ്റായി. നമ്മൾ മിനിമാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോണ് അടുത്ത ഷിഫ്റ്റ് ആകാൻ പോകുന്ന ആംഗിൾ വന്നിട്ടില്ല, വരും. 45 മിനിറ്റല്ലേ കൊടുത്തത്? 45 മിനിറ്റ് ആകുമ്പോൾ 10 മിനിറ്റ്. ഇപ്പോൾ ഓൾറെഡി ഷിഫ്റ്റ് ആവേണ്ട ടൈം കഴിഞ്ഞല്ലോ. ആട് ബ്രോ കേൾക്കുന്നുണ്ടോ? ആട് ബ്രോ ഫസ്റ്റ് സോൺ ഷിഫ്റ്റ് എപ്പോഴാ? 12 മിനിറ്റ് ബിബോ 9 മിനിറ്റിൽ ഇതിൽ കാണിക്കും. 12 മിനിറ്റ് ഷിഫ്റ്റ് ആവും. കറക്റ്റ് നമ്മുടെ ടൈമറിനകത്ത് 33 മിനിറ്റിൽ ഷിഫ്റ്റ് ആവും. 33 മിനിറ്റിൽ ഷിഫ്റ്റ് ആവുമോ? സോൺ ഷിഫ്റ്റ് 120 സെക്കൻഡിൽ വരും ഇപ്പോൾ. ഓക്കെ, സോൺ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് പുതിയ സോൺ ഷിഫ്റ്റ്. മിനി മാപ്പിൽ നമുക്കിപ്പോൾ സോൺ ഷിഫ്റ്റ് കാണാം. ഈ ഒരു ആംഗിളിലോട്ടാണ് സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. കറൻ്റ്ലി MRC വീണ്ടും ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജിലിട്ട് മാറിയിട്ടുണ്ട്. കറൻ്റ്ലി ആ ഒരു ആംഗിള് MRCക്ക് വരാനുള്ളൊരു ഏരിയയോ ഗ്യാപ്പോ ഇല്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് MRC മൂവ് ഔട്ട് ആവുകയാണ്. ബട്ട് അവർക്ക് ആ ഒരു വണ്ടി, അവരുടെ നേരത്തെ ശരണ്ടെ ലോക്കായ ഒരു വണ്ടി അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. MRCയുടെ ബാക്കിയുള്ള ഈ 4 പ്ലേയേഴ്സ് 5 പ്ലേയേഴ്സ് ഉണ്ട്. അവർ 6 പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. മേ ബി മാലിക്കിൻ്റെ വണ്ടിയിൽ അവർക്ക് ബാക്കിയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു സോൺ ഷിഫ്റ്റിലോട്ട് അവർക്ക് പോയേ മതിയാവത്തുള്ളൂ. KVA ഓൾറെഡി പൊസിഷനിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അവർ പതുക്കെ മൂവ് ഔട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു. കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVA ഹോക്കി ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നു. അതേപോലെ അപ്പീല പാറ്റോ ആൻഡ് സ്പൈഡി ജോഡ് ഈ ഇവിടെ നിന്ന് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. MRC സോണിൽ മൂവ് ആവണം. അടുത്തൊരു സോൺ ഷിഫ്റ്റ് നല്ലൊരു ചാലഞ്ചിങ് ആണ്. KVAയ്ക്കും അതേപോലെ MRCക്കും നല്ലൊരു ക്ലോസ് റേഞ്ച് ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രൂവ്യാർഡിലോട്ടാണ്. കറണ്ട് പോയി. ആറേ എന്ത് പറ്റടി? ഓക്കെ, KVA ഹോക്കി വീണ്ടും ഇവിടുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ജെൻഡക്സ് ഡ്യൂർ ഇവിടെ ലോക്ക് ആയിരിക്കുകയാണ്. ഈ ഒരു പ്ലെയറിനെ മാത്രം അവർ പിക്ക് ചെയ്താണ് അവർ പോയെന്ന് തോന്നുന്നില്ല. MRC ഇനി ഇവിടുന്ന് മൂവ് ഔട്ട് ആയിട്ടില്ല. പക്ഷെ ആ ഒരു വണ്ടിയും 4 പേര് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, MRC റൊട്ടേറ്റ് ചെയ്ത് ബാക്കിൽ ആ ഒരു ഗ്രൂവ്യാർഡ് ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. MRCയുടെ 1-2 കൂടുതൽ വണ്ടികൾ ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. അവർ ഓൾറെഡി KVA പ്ലേസിനെ സ്പോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ആ ഒരു ആംഗിളുള്ള KVA പ്ലേസിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ തന്നെ MRCക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത സോൺ ഷിഫ്റ്റ് ആകുന്ന എപ്പോഴാണ് ബ്രോ? 32 മിനിറ്റ്. ഇനി 30 സെക്കൻഡും കൂടെ ഉണ്ട്. ബ്രാവോ. ഓക്കെ, 32 മിനിറ്റ് 30 സെക്കൻഡും കൂടെ 30 സെക്കൻഡ് 24 സെക്കൻഡ് കൊണ്ടാണ് ബാക്കിയുള്ളത് സോൺ ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. കറൻ്റ്ലി സോണിൽ ഈ ഒരു ആംഗിൾസ് KVA ഹോൾഡ് ചെയ്യുന്നുണ്ട്. MRCയുടെ മോസ്റ്റ് ഓഫ് ദ വെഹിക്കിളും വണ്ടികളും ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ബട്ട് അവരുടെ ആ ഒരു പ്ലെയർ 450 സെക്കൻഡിൽ സോൺ ഷിഫ്റ്റ് അല്ലേ? ഓക്കെ, സോൺ മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോൺ മൊത്തത്തിലാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. MRCക്ക് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. KVAയുടെ പ്ലേയേഴ്സ് എല്ലാവരും സോണിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോ ബിൽഡിങ്ങിൽ നിന്ന് ക്ലിയർ ആയിട്ട്. ഓക്കെ, സെൻഡക്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി MRC ശരൺ ഡിയോസ് ആൻഡ് ജിൻ സക്കായി എത്തിയിരിക്കുകയാണ്. അവർ MRC സെൻഡോനെ പിക്ക് ചെയ്തുകൊണ്ട് അവർ തിരിച്ച് സോണിലോട്ടാണ് മൂവ് ആവാൻ പോകുന്നതെന്ന് തോന്നുന്നു. വർക്കീച്ചൻ ഡ്രേക്കൻ ഈ ഒരു മെഗാമാൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കക്കാഷി അതേപോലെ തന്നെ ലെഗസി ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MRCയുടെ പ്ലേയേഴ്സ് എല്ലാവരും സോണിൻ്റെ എഡ്ജിലോട്ട് വരുന്നുണ്ട്. ബട്ട് അവർക്ക് സോണിൽ കയറി ഇവിടെ ഒരു ക്ലോസ് ഫൈറ്റ് കാണാൻ സാധിക്കുമോ? കാരണം KVAയുടെ പ്ലേയേഴ്സും ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൾട്രോൺ ഓക്കെ, KVAയുടെ ഓക്കെ കുറേ പ്ലേയേഴ്സ് ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. KVAയുടെ MRCയുടെ 2 വണ്ടി 3 വണ്ടി ഈ ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്നത്. KVAയുടെ പ്ലേയേഴ്സ് തൊട്ട് ക്ലോസിൽ തന്നെ ഉണ്ട്. മേ ബി അവർ ജമ്പ് ആയി കഴിഞ്ഞാൽ നല്ലൊരു ഫയറിംഗ് ഇവിടെ നടക്കുമെന്ന് തോന്നുന്നു.
ഓക്കെ ലെഗസി അതേപോലെ കക്കാഷി ഓക്കെ എല്ലാ ആംഗിളിലും കെ വിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി സർക്കിൾ ചെയ്തിരിക്കുകയാണ്. MRCയുടെ പൊസിഷൻസ് ഒക്കെ കെ വിക്ക് ഓൾറെഡി റിവീൽഡാണെന്ന് തോന്നുന്നു. കറൻ്റ്ലി കെ വിയുടെ എഹിയ ഈ ഒരു ആംഗിളിൽ നിന്നും കോൾ ഔട്ട് കൊടുക്കുന്നുണ്ടാവാം MRCയുടെ വണ്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സോ MRC ഈ സോണിൽ കയറിയേ മതിയാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സോണ് വീണ്ടും ശൃംഖാകുമ്പോഴത്തേക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജിലേക്ക് MRC പോകുന്നതായിരിക്കും. ഓക്കെ കറൻ്റ്ലി ഒരു നിശബ്ദതയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. MRCയുടെ വണ്ടികൾ ഇവിടുന്ന് മൂവ് ഔട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, MRCയുടെ പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ നിന്നൊരു കയറാനുള്ളൊരു ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ബട്ട് എഹിയ കറക്റ്റായിട്ട് ആ ഒരു ആംഗിളിൽ വന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവരെ, സാൻഡോക്സ് റിവറിനെയും അതേപോലെ തന്നെ മാരിനെയും. സോ ഓക്കെ കാർലോയും അവരെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഓക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. CK മാരിനെ അവർ കറക്റ്റായിട്ട് ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ആംഗിളിൽ നിന്ന് CK മാരി ഓടിപ്പോയത്. അതേപോലെ തന്നെ ഇവിടെ ഹോക്കി അതേപോലെ തന്നെ സ്പൈഡി ജോഡ് ഉണ്ട്. MRCയുടെ ഫുൾ വണ്ടി ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഹാർഡ് പുഷ് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. യെസ് MRCയുടെ പ്ലേയർ സോണിലോട്ട് കയറിയിരിക്കുകയാണ്. ഗൈസ് എല്ലാവരും സോണിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണ് MRC ചാർട്ട് മുകളിലോട്ട് കയറുന്നു. അവിടെ ഹോക്കി ആൻഡ് സ്പൈഡി ജോഡ് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ലോകിൽ നിന്നും നല്ലൊരു ടാഗ് വരുന്നുണ്ട്. ലോകിൽ നിന്നും നല്ലൊരു കവർ ഫയറിംഗ് ആണ് വരുന്നത്. ഈ ഒരു ആംഗിളിൽ നിന്നും നല്ലൊരു കവർ ഫയർ ചെയ്യുന്നത് ലെപ്പിയോ കക്കാഷി ലെഗസിയാണ് കവർ ഫയർ ചെയ്യുന്നത്. MRCയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ബിൽഡിങ്ങിൽ മാത്രം അവർ ചോക്കിനായി എന്ന് തോന്നുന്നു. ഓക്കെ MRC സോണിലോട്ട് പുഷൻ കയറിയിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ ആ ഒരു ആംഗിളിൽ നിന്നും കെയുടെ സൈഡിൽ നിന്നും MRCയെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് അവർക്ക് ഏതൊരു ആംഗിൾ എങ്ങോട്ട് പുഷ് ചെയ്യുന്നതാണ് അവർക്ക് അറിയാത്തതെന്ന് തോന്നുന്നു കറൻ്റ്ലി. ഇവിടുന്ന് നല്ലൊരു ടാഗ് MRCക്ക് കിട്ടുന്നുണ്ട്. MRCയുടെ കുറേ പ്ലേയേഴ്സിൻ്റെ ആർമർ പോയിട്ടുണ്ട്. ബട്ട് അവരെല്ലാം ഹീൽ ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി ഒരു ഡൗണും രണ്ട് സൈഡും ഇല്ല. രണ്ട് സൈഡിലും എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. ബട്ട് കറൻ്റ്ലി സോൺ ഔട്ടിൽ MRCയുടെ 8 പ്ലേയേഴ്സോളം സോൺ ഇന്നുണ്ട്. 9 പ്ലേയേഴ്സ് സോണിനുണ്ട്. 12 പേര് KVയുടെ സോണിൽ വന്നിട്ടുണ്ട്. ഓക്കെ ചരൺ ഡിയോസ് അതേപോലെ ജിൻസക്കായ് ഈ ഒരു ആംഗിളിൽ നിന്നും ആ കവർ ചെയ്യുന്നവരെ അടിക്കാനുള്ളൊരു ട്രൈ ആണെന്ന് തോന്നുന്നു. ഓക്കെ മാരി ഇവിടെ കയറി നല്ലൊരു ടാഗ് കിട്ടി. മാരി അവിടെ നിന്ന് തിരിച്ച് താഴെ ഇറങ്ങി. സെൻടെക്സ് യുവർ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട് ആ ഒരു ആംഗിളിൽ നിന്ന്. ലെഗസിക്ക് നല്ലൊരു ടാഗ് കിട്ടിയിരുന്നു തോന്നുന്നു. ലെഗസി ഇറങ്ങി ഹീൽ ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. കറൻ്റ് വീണ്ടും ഒരു സ്റ്റീൽമേറ്റ് ആണ്. കുറുപ്പിടിന് മാത്രം ഈ ഒരു ആംഗിൾ ഓഫ് ആംഗിൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. KVA ഹോൾഡിംഗ് ആണ്, MRC ഹോൾഡിംഗ് ആണ്. എല്ലാവരും കറൻ്റ്ലി ഹോൾഡ് ചെയ്തിരിക്കുന്നു. മേ ബി അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആയിരിക്കും കളി തീരുമാനിക്കുന്നത്. നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ MRCയുടെ പ്ലേയേഴ്സ് ആ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവരിവിടെ ഒരു കറൻ്റ്ലി അവർ ബോക്സിനായിരിക്കുകയാണ്. KVA ചുറ്റും, അതായത് ചുറ്റും KVA ആണ് കേസ് മൊത്തം ആംഗിൾ. ഓക്കെ MRC ഇവിടുത്തെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിൾ എടുക്കുകയാണ് MRC കറൻ്റ്ലി. ഓക്കെ MRC സോണും കയറി. കാർലോ അവിടുത്തെ നല്ല ഫയർ ചെയ്യുന്നുണ്ട്. പ്രണോസേട്ട ഫയർ ചെയ്യുന്നുണ്ട്. ഓ ഈ ഒരു ആംഗിലോട്ട് ഹാർഡ് പുഷ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിലോട്ട് MRC ഹാർഡ് പുഷ് ചെയ്യുകയാണ്. സോണോട്ടിൽ നിന്ന് മാത്രം വെടിവെക്കല്ലേ, ബാക്കി എന്തും ചെയ്തോ സോണോട്ടിൽ നിന്ന് മാത്രം വെടിവെക്കാതിരിക്കുക. ലോങ്ങിൽ നിന്ന് നല്ലൊരു സ്പ്രേ, ആ ഒരു ബിൽഡിങ്ങിന്റെ ലോങ്ങിൽ നിന്ന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബ്രോക്കൺ അതേപോലെ തന്നെ പ്രൊണൗൺസ്ഡ് എല്ലാവർക്കും നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. ഇവർ പല ആംഗിളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ ഈ ഒരു ആംഗിൾ ഓക്കെ ഇവിടെ വീണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ആ ഒരു ആംഗിളിൽ നിന്ന് MRC റൊട്ടേറ്റ് ചെയ്യുകയാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത സോൺ ഷിഫ്റ്റ് ടൈം എപ്പോഴാണ് ബ്രോ? അടുത്ത സോൺ ഷിഫ്റ്റ് ടൈം എപ്പോഴാ? എത്ര? നോക്കട്ടെ.
ഓക്കെ, വർക്കീസിന് മേളിൽ നിന്ന് നല്ലൊരു ആംഗിളാണ് ഈ ഒരു ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഗ്രേവിയാണെന്നല്ലേ ഗ്രൂവ് സ്ട്രീറ്റ് മൊത്തത്തിൽ നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു എല്ലാ ഹൈ ബിൽഡിങ്സും കറന്റ് കേവിയുടെ ഉണ്ടല്ലാണ്. ഓക്കെ, MRC എല്ലാവരും ബൈഫൂട്ട് റൊട്ടേറ്റ് ചെയ്യാണ് ഗൈസ്. ഈ ഒരു ആംഗിളിൽ നിന്ന് MRC മൊത്തത്തിൽ ബൈഫൂട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ബട്ട് KV അവരെ സ്പോട്ട് ഇട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. KV ഈ ഒരു ആംഗിളാണ് ഫോക്കസ് ചെയ്യുന്നത് കറന്റ്ലി. അവരുടെ വേറെ വണ്ടികളൊന്നും നമുക്ക് ഈ ഒരു ആംഗിളിൽ 3 പേരാണ് നടക്കുന്നത്. KV, ഡ്രക്കൻ, ഇയാൻ, അപ്പൽ പാറ്റോ. MRC ചരൺ ഡിയോസ് ഈ ഒരു ആംഗിൾ ഓടി എത്തിയിട്ടുണ്ട് ഈ ഒരു എഡ്ജിലോട്ട്. അതുപോലെ ലെഗസി ഒറ്റയ്ക്കാണ് ഇപ്പോൾ കറന്റ്ലി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് KVയുടെ 4-5 പ്ലേയേഴ്സോളം ഈ ആംഗിൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, MRC മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തു. ഈ ഒരു ആംഗിൾ ആംഗിൾ മൊത്തത്തിൽ വിട്ടിട്ട് അവിടുത്തെ ചോക്ക് ഡിന്നാന്ന് അവർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. മനസ്സിലാക്കിയിട്ട് അവർ ഈ ഒരു റൈറ്റ് ആംഗിൾ ഫ്ലാങ്ക് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത് കറന്റ്ലി. നോക്കുകയാണെങ്കിൽ MRC ഫുൾ പ്ലേ സോൺ ഔട്ടിലാണ്. ബട്ട് ലെഗസി സ്പോട്ട് ചെയ്തിരിക്കുന്നു. ലെഗസി നല്ലൊരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്നും MRC പ്ലേയേഴ്സ് നല്ലൊരു സ്പ്രേ കിട്ടുന്നുണ്ട്, നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. സോ ഈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് KV അവർ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. സോ MRCക്ക് വീണ്ടും ഒരു ഡിസഡ്വാൻറ്റേജിലൂടെ പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അവർ ലോങ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു ടാഗ് ലെഗസി വീണ്ടും കൊടുക്കുന്നു. ബിൽഡിങ്ങിന്റെ മേൽ കൂടാണ് ബ്രോക്കൺ ഓടുന്നത്. ഓക്കെ, MRC വീണ്ടും സ്പോട്ടായിരിക്കുകയാണ്. കുറുപ്പിടന്നി സ്പ്രേ കിട്ടിട്ട് നല്ല ടാഗ് കിട്ടും, മിസ്സായിട്ടുണ്ട്. ബട്ട് കുറുപ്പിടന്നി ഓക്കെ, കുറുപ്പിടന്നി അവിടെ തലനാരക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആർമർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുറുപ്പിടന്നിക്ക്. വേറെ കേടുപാടുകളൊന്നുമില്ല. റിഫ്രഷ് അടിച്ച് ഓടിയാൽ മതി, ഹീൽ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, പ്രവണസൻ ഇപ്പുറം വന്നു. കക്കാശി ആ ഒരു ഹൈറ്റ് പിടിച്ച് വീണ്ടും കക്കാശി സ്പ്രേ ചെയ്യുന്നുണ്ട്. MRCക്ക് സോണിൽ കയറാൻ സാധിക്കുന്നില്ല. 2 മിനിറ്റിനുള്ളിൽ അടുത്ത ന്യൂ സോൺ വരുന്നതായിരിക്കും. ആ ഒരു സോണും കൂടെ വന്നു കഴിഞ്ഞാൽ MRCക്ക് ഈ ഒരു മാച്ച് എടുക്കുന്നത് നിർണായകമാവാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു സോൺ ബേസ് ചെയ്തായിരിക്കും ഈ മാച്ച് ഇനി എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നത്. MRC എല്ലാ ആംഗിളിൽ നിന്നും കയറാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് KVയുടെ പ്ലേയേഴ്സ് അവരെ സ്പ്രേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോണിലോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. നല്ലൊരു ടൈറ്റ് ടർഫ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. MRCക്ക് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് പുഷ് ചെയ്ത് മതിയാവും. ഇല്ലാത്ത പക്ഷം ഈ ടർഫ് അവരുടെ കയ്യിൽ നിന്ന് ഉടനെ തന്നെ പോകുന്നതായിരിക്കും. 1.5 മിനിറ്റും കൂടെ ബാക്കി. 1.5 മിനിറ്റിനുള്ളിൽ പുതിയൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതായിരിക്കും ഈ മാച്ചിൻ്റെ ഗതി മാറ്റാൻ പോകുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് MRCക്ക് കിട്ടുമോ അല്ലെങ്കിൽ KVക്ക് കിട്ടുമോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കറണ്ട് മാച്ച് സിനാരിയോസിൽ KVയുടെ കയ്യിലാണ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. MRCക്ക് സോണിൽ വരാൻ അവർ അനുവദിക്കാതെ അവരെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആംഗിളിലും പ്ലേയേഴ്സ് ഉണ്ട്. സോണിൽ വരാതെ MRCക്ക് ഫയർ ചെയ്യാൻ സാധിക്കില്ല. KVക്ക് സോൺ ഔട്ടിലോട്ട് ഫയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്പോട്ട് ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു ആംഗിളിൽ നിന്നുള്ളൊരു എൻട്രി വളരെ നിർണായകമായിരിക്കും. അത് വളരെ കഠിനമായിരിക്കും. ആക്ച്വലി ഭയങ്കര പാടായിരിക്കും ഈ ഒരു ആംഗിളിൽ നിന്ന് സോണിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. കറൻ്റ്ലി മേ ബി MRCയുടെ IGL ആ ഒരു ഡിസിഷൻ എടുക്കുകയായിരിക്കും. അടുത്തൊരു സോണ് നമുക്ക് വെയിറ്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പറയുന്നത് നോക്കട്ടെ. ഓക്കെ, എന്തോ ഒരു പ്ലാനിങ് അവർ നടത്തിയിട്ട് നമുക്കത് വഴിയെ തന്നെ കണ്ടറിയാം. അടുത്ത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പ്രണവ് സേട്ടൻ ഇവിടെ പിണ്ടാണ്. സൈമാലിക്, ജിങ് ടക്കായി എല്ലാവരും ഈ ഒരു ആംഗിളിൽ ലോക്കായിരിക്കുകയാണ്. സോൺ എൻട്രി അവർക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള 5 മെമ്പേഴ്സ് ഈ ഒരു ആംഗിളിൽ പിണ്ടാണ്. കറൻ്റ്ലി 10 മെമ്പേഴ്സ് മാത്രമേ MRC ഇവിടെ ഉള്ളൂ. അവരുടെ 2 മെമ്പേഴ്സ് വേറെ ഓഫ് ആംഗിൾ എവിടെയുണ്ട്. ആ മെമ്പേഴ്സ് ആയിരിക്കും ഈ കളി ചിലപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. കറൻ്റ്ലി ആ ഒരു ആംഗിൾ എവിടെയാണെന്നോ എന്തോ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, പുതിയൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ ഒരു കളി മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. കാരണം ഈ ഒരു മാച്ച് പോകാൻ പോകുന്നത് മെഗാമാളിന്റെ ഏരിയയിലോട്ടാണ്. മെഗാമാൾ കിട്ടുന്നവരാണ് ഈ മാച്ച് ജയിക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. കാരണം ഇങ്ങനെയാണ് സോൺ വന്നിരിക്കുന്നത്. കറൻ്റ്ലി ഈ ഒരു സോണിലോട്ട് MRC കയറുക എന്ന് പറയുന്നത്, കറൻ്റ്ലി അവർ നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് കയറുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു ടാസ്ക്കാണ്. ബട്ട് അവരങ്ങനെ കയറി ഈ മാച്ച് എടുക്കുകയാണെങ്കിൽ അതൊരു അടിപൊളി സിനാരിയോ തന്നെ ആയിരിക്കും കേട്ടോ. എങ്ങോട്ട് മാച്ച് പോകും, ഈ ഒരു ഡിസഡ്വാൻറ്റേജ് MRCക്ക് അഡ്വാൻറ്റേജ് ആക്കാൻ സാധിക്കുമോ? നമുക്ക് ഇതിൽ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു.
ഓക്കെ, ഈ ഒരു ആംഗിളോട്ട് കെ വിയുടെ കൂടുതൽ പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. 5 പ്ലേയേഴ്സോളം ഈ ആംഗിൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും കെ വിയുടെ 2 പ്ലേയേഴ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് ലോങ്ങിൽ നിന്ന് നല്ലൊരു കവർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, MRC ചാർലി ഇവിടെ എത്തിയിട്ടുണ്ട്. സോൺ എഡ്ജിൽ എത്തിയിട്ടുണ്ട് MRC ചാർലിക്ക് വേണമെങ്കിൽ 1-2 പിക്ക് എടുത്ത് കൊടുത്ത് MRCക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ടെൻഷൻ അടിക്കണ്ട. പണ്ട് ഇതേപോലെ KVA TV ടർഫൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കളി എന്തോ കളിച്ചില്ല. കളിക്കാത്ത ദിവസം ഉണ്ടല്ലോ, കളിക്കുന്ന ഞാൻ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അറിയാമോ? കാരണം അമ്മാതിരി ടെൻഷനായി കാണുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അയ്യോ, അതൊരു വല്ലാത്ത ടെൻഷനാ അല്ലേ നിങ്ങള്? KVA കുറുപ്പിടന്നി, സൈ മാലിക്, പ്രണവ് സേട്ടൻ, ബ്രോക്കൺ ആൻഡ് ജിൻ ടക്ക അടങ്ങുന്ന MRCയുടെ 5 പ്ലേയേഴ്സാണ് ഈ ഒരു ആംഗിളിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ സെൻഡെക്സ് ഡെവോർ, MRC അലൻ, സക്കായി, സെബാസ്റ്റ്യൻ ആൻഡ് CK മാരിയാണ് ഈ ഒരു ആംഗിളിൽ. സോണിൽ കയറാൻ ഒരു അഡ്വാൻറ്റേജ് പോലും MRCക്ക് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ചാർലി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ മറന്നു പോകരുത്. ഈ ഒരു ആംഗിളിൽ ചാർലി എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ട്. ചാർലിക്ക് ഈ കളി അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരാടാ വേറെ ഉള്ളേ? മേളിലുണ്ടോ? ചുമ്മാ അല്ല. ഓക്കെ, MRC ഇവിടുന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. MRC ആ ഒരു ആംഗിളോട്ട് പുഷ് ചെയ്ത് കയറുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. MRC ഇവിടുന്ന് പ്രണസോട്ടൻ തലയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ലൊരു അടി പുഷ് ചെയ്ത് വരുന്നുണ്ട്. റൈറ്റ് എടുക്കുന്നത് അവരിപ്പോഴും സോണിൽ ബ്രോക്കൺ ഫയർ ചെയ്യുന്നുണ്ട്, കുറുപ്പട്ടി ഫയർ ചെയ്യുന്നുണ്ട്. ഒരു പിക്ക് എടുക്കാൻ MRC സാധിച്ചിട്ടുണ്ട്. ഓ, സൈമാലിക് തിരിച്ച് ഡൗൺ ആയിരിക്കുകയാണ്. ബ്രോക്കൺ കുറുപ്പട്ടി ഡൗൺ ആയി. MRC ബ്രോക്കൺ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നല്ലൊരു പുഷ്, നല്ലൊരു ബെയ്റ്റ്, നല്ലൊരു അഡ്വാൻറ്റേജിലോട്ടാണ് MRC കയറി വന്നത്. ബട്ട് അവർക്ക് ആ ഒരു പിക്ക് എടുത്തത് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഓ മൈ ഗോഡ്, നല്ലൊരു പുഷായിരുന്നു MRC, നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന് എത്താൻ സാധിച്ചില്ല. MRCയുടെ 3 പ്ലേയേഴ്സോളം MRC ബ്രോക്കൺ അവിടെ KVAയുടെ ഒരു പിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, ടാഗ് വീണ്ടും CK മാരി അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. ബാക്കിൽ നിന്നും MRC ചാർലി കയറി വന്നിട്ടുണ്ട്. ചാർലിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യഹിയെയും അൾട്ടോൺ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചാർലിനെ MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ആംഗിളിൽ CK മാരി അവിടെ നിര്യാതനായിരിക്കുകയാണ്. ചാർലിനെ അവരെ ഓക്കെ. പ്രണവ് ചേട്ടൻ വീണി കത്തോ? ദൈവമേ, എവിടുന്നാണ് അവൻ വീണി കത്തേ? അവൻ എവിടുന്ന വീണി കത്തേ? വീട് ചാവാൻ മാത്രമേ ഉള്ള HP ഉള്ളായിരുന്നു അവര്. എടാ പാവം, ഇവിടെ വീട് കത്താ. ഇവിടുന്ന് എങ്ങനെ വീണടാ? ഓക്കെ, ചാർലിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചാർലി നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അൾട്ടോൺ എഹിയ ഈ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ്. ഹോക്കി അവിടെ സോൺ ഔട്ട് പോയിട്ട് ഇൻഫോ എടുത്ത് കൊടുക്കുന്നുണ്ട് KVAക്ക്. എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളൊരു ഇൻഫോ ആയിരിക്കും ഇപ്പോൾ KVAക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, MRC ചാർലി ഈ ഒരു ആംഗിൾ നല്ല കൊട്ടാൻ ചാർലിക്ക് സാധിച്ചു. പക്ഷെ അവർ തിരിച്ച് കവർക്ക് ഫയർ കൊടുത്ത് തിരിച്ച് കയറിയിരിക്കുകയാണ്. ബട്ട് അത് MRC ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ഈ ഒരു പൊസിഷനിൽ MRCക്ക് 2 പ്ലേയേഴ്സും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ കിട്ടിയത്. അൾട്ടോൺ എഹിയ അവിടെ ചാർലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എഹിയ നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു. അൾട്ടോൺ ക്ലോസിന് കയറി പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ക്ലോസിലോട്ട് MRC KVA പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ചാർലിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം. ഓക്കെ, ചാർലി ഡൗൺ ആയിരിക്കുകയാണ്. ആ ഒരു ആംഗിളിൽ നിന്നും MRC കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ടോട്ടലി ഇപ്പോൾ കട്ട് ഓഫ് ആയിരിക്കുകയാണ്. കറൻ്റ്ലി വർക്ക് കിച്ചൻ ഈ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു കവർ ഫയർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹോക്കി അവിടെ നിന്ന് നല്ലൊരു ഇൻഫോ എടുക്കുന്നുണ്ട്. ജിൻ സക്കായി പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ജിൻ സക്കായിനെ സ്പോട്ട് ചെയ്തു. നല്ല ടാഗ് വരുന്നുണ്ട്. ബട്ട് ജിൻ സക്കായി തലനാരരയ്ക്ക് ജിൻ സക്കായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. MRCയിലെ 3 പ്ലേയേഴ്സ് ഇവിടെ. ജിൻ സക്കായ് ഓക്കെ, ആരാ? ഓക്കെ, സെൻഡവോർ അകത്ത് കയറി അടിക്കാൻ നോക്കി, ഡൗൺ ആയി. കറൻ്റ്ലി MRCയുടെ 4 പ്ലേയേഴ്സാണ് ലൈവായിട്ട് നമുക്ക് കറൻ്റ്ലി സോണിൽ കാണാൻ സാധിക്കുന്നത്. ഇല്ല, എന്തുവാ?
ഓക്കെ, മൂന്ന് പേര് ഈ ഒരു ആംഗിളിൽ ലോക്ക്ഡിൻ ആണ്. അവര് ഓക്കെ, അവര് MRC അകത്ത് കയറാനാ പറയുന്നത് തോന്നുന്നു. ഡിവോർ ഓക്കെ, വേറെ എവിടെയോ വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ, MRC ജിൻസക്കായി ഇവിടെ ഇതുവഴി കയറി വരുന്നുണ്ട്. KV ആരും സ്പോട്ട് ചെയ്തിട്ടില്ല. ജിൻസക്കായി നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. KVയെ അവിടെ കളി ജയിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് ജിൻസക്കായി ബാക്കിൽ നിന്ന് വന്ന് നല്ലൊരു സ്പ്രേ. ജിൻസക്കായിന് ഡ്രേക്കൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ജിൻസക്കായി സോണിന്റെ അകത്തോട്ട് ഓടി കയറിയിരിക്കുകയാണ്. ജിൻസക്കായിയുടെ പൊസിഷനും റിവീൽ ആയിരിക്കുകയാണ്. ജിൻസക്കായി അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു പിക്ക് എടുത്ത് കൊടുക്കാൻ സാധിച്ചേനെ. ബട്ട് ട്രിഗർ ഡിസിപ്ലിൻ ചെറുതായിട്ടൊന്ന് ജിൻസക്കയുടെ കയ്യിൽ നിന്ന് പോയി. ബട്ട് കുഴപ്പമില്ല. ഇപ്പോൾ KVയെ വീണ്ടും അവർ എന്താണ് പറയുക, കോഷ്യസ് ആയിട്ടുണ്ട്. ഏതാങ്കിളിൽ നിന്നും അടി വരാമെന്നുള്ളത്. ഈ ഒരു ആംഗിൾ കറന്റ് അവർ ലോക്ക്ഡിൻ ആയി. ഓക്കെ, ജിൻസക്കായി ഡൗൺ. MRC ജിൻ ടക്കായി ഡൗൺ. MRC അലൻ, MRC ജിൻ ടക്ക, റയൻ സെബാസ്റ്റ്യൻ, അലൻ. അങ്ങനെ ടർഫ് തീർന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ KV വേഴ്സസ് MRC ഡേവിസ് ടർഫ് ഗോസ് ടു KVA അൺലെസ് ഇനി FRPകളൊന്നും ഇല്ലെങ്കിൽ ഈ ടർഫ് KVക്ക് കിട്ടിയിരിക്കുകയാണ്. കുഴപ്പമില്ല, MRCയുടെ ആദ്യത്തെ ടർഫല്ലേ. അവർ എന്തായാലും നല്ലപോലെ കളിച്ചിട്ടുണ്ട്. വെൽ ട്രൈഡ് ഗൈസ്, വെൽ പ്ലേഡ്. നല്ലൊരു ട്രൈ തന്നെയായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു ടർഫിൽ വീണ്ടും MRCനെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ആയിട്ട് കാണാം. അതുപോലെ KVയെ ഇപ്പോൾ KVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം നമ്മൾ കിൽ ഫീഡ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇതാണ് കിൽ ഫീഡ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRC ബ്രോക്കണിന് ആദ്യമേ KVയുടെ ഒരു പിക്ക് എടുത്ത് കൊടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ തിരിച്ച് സ്പീഡി സൈ മാലിക്കിനെയും കുറുപ്പിടിനെയും പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൾട്രോൺ ബ്രോക്കണെ പിക്ക് ചെയ്തു. ഡ്രേക്കൻ CK മാരിനെ പിക്ക് ചെയ്ത് തിരിച്ച് 4 പേരാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ആ ഒരു ഫൈറ്റിൽ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണോൺസേട്ടൻ വീണ് മരിച്ചു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അൾട്രോൺ ചാർലിനെ പിക്ക് ചെയ്തു. സെൻഡവറിനെ ഡ്രാഗൺ പിക്ക് ചെയ്തു. അതിനുശേഷം ജിൻ സക്കായിനെ ലെഗസി പിക്ക് ചെയ്തിരിക്കുകയാണ്. ജിൻ ടക്കായിനെ സ്പീഡോ, റയൻ സെബാസ്റ്റിനെ കാർലോ ആൻഡ് ആൾട്രോൺ അഗെയിൻ അലനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 അല്ല 10 പേരേ ഉള്ളൂ. 2 പേരെ പെലയുമാണ് ഇപ്പോഴും. ആണ് ബ്രോ, MRC ആരുടെ അല്ലേ ഉണ്ടോ ഇനി? ഉറപ്പല്ലേ? അവരോട് ചോദിക്കേ, എൻ്റെ ആയിട്ടെന്ന് ചോദിക്കേ. MRC എടുക്കേ. ചാറ്റ് ക്ലിയർ ചെയ്തൊക്കെ. കേക്കാവോ? റെഡിയോ? എൻ്റെ